കോഴിക്കോട് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷത്തിൽ നടപടിയെടുത്ത പോലീസ് 10 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാർഗതടസ്സമുണ്ടാക്കി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് നടപടി. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ് തോമസ്, എന്തായിരുന്നു അവിടെ ഈ അപകടകരമായ രീതിയിലുള്ള ഒരു പ്രകടനമാണോ അവർ ഉദ്ദേശിച്ചത്? ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയുടെ വിവരങ്ങൾ എന്തൊക്കെ? സുജയ പാർവതി, കഴിഞ്ഞ ദിവസമാണ് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇതിനിടയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആഡംബര വാഹനങ്ങൾ കൊണ്ടുവരികയും റോഡ് ഷോ നടത്തുകയും ചെയ്തു. ഈ റോഡ് ഷോയ്ക്കിടയിലാണ് വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്നും ഡോറിന്റെ മുകളിലിരുന്നും കാറിന്റെ വശങ്ങളിൽ നിന്നുകൊണ്ടും ഈ റോഡ് ഷോയിൽ ആഘോഷം നടത്തിയത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ നടപടി ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫറൂഖ് പോലീസും നടപടിയെടുത്തിരിക്കുന്നത്. ഈ റോഡ് ഷോയിൽ ഉപയോഗിച്ച 10 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ വാഹനങ്ങൾ ഓടിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഗതാഗത തടസ്സമുണ്ടാക്കി അപകടം വരുത്തും വിധം വാഹനം ഓടിച്ചതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് 8 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും 47,500 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. കാരണം ഇതിനു മുൻപും പലതവണ ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശം നൽകിയതാണ്. ഓണാഘോഷം ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ ആഘോഷങ്ങൾക്ക് വാഹനങ്ങൾ ഇതേ രീതിയിൽ ഉപയോഗിക്കരുതെന്ന് പലതവണ നിർദ്ദേശം നൽകിയതാണ്. സർക്കാർ ഉത്തരവുമുള്ളതാണ്. പക്ഷെ ഇതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ആഡംബര വാഹനങ്ങൾ കൊണ്ടുവരികയും അത് കോളേജിന് പുറത്ത് പൊതുവായ റോഡിലൂടെ ഓടിച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും അപകടം വരുത്തുന്ന രീതിയിൽ വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് ആഘോഷിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന നടപടിയുമായി മുന്നോട്ട് പോകുന്നത്.